കോശവിഭജനത്തിൽ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ എന്നിവ നടക്കുന്ന സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. നമസ്കാരം, എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് PYQ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓർഡറിലാണ് ഇങ്ങനെ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 61 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 61 നിമാറ്റോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് എ പരന്ന വിരകളിൽ, ബി മണ്ണിരകളിൽ, സി എക്കിനോഡേമുകളിൽ, ഡി നിഡേറിയകളിൽ. എന്താണ് ഈ നിമറ്റോബ്ലാസ്റ്റ്? നിമറ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ്, നിഡോസൈറ്റ് എന്നൊക്കെ പറയും അല്ലേ. നിഡോബ്ലാസ്റ്റ്, നിഡോസൈറ്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ആണ്. സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രൂപം ഞാൻ വരച്ചു തരാം. ഇങ്ങനെ ഇരുന്നും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ പോലെ അല്ലേ. ക്യാപ്സ്യൂളിനകത്താണെങ്കിൽ ഒരു സ്റ്റിങ് ഉണ്ട്, സ്റ്റിങ്, ഒരു മുള്ള്, ഇങ്ങനെയൊക്കെ കാണാവുന്ന ഏകദേശം ഒരു റഫ് ഫിഗറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണുന്നൊരു സാധനം എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഇരയെ പിടിക്കാൻ ഉപയോഗിക്കാം, പ്രതിരോധിക്കാൻ, ഡിഫെൻസിനായിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിലും എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ നങ്കൂരമായിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലേ. പ്രേ ക്യാപ്ചർ, ഡിഫെൻസ് ആൻഡ് ആങ്കറേജ് എന്നാണ് പറയുന്നത്. അതായത് ഇരകളെ പിടിക്കാനും അതിന് സ്വയം പ്രതിരോധിക്കാനും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഉറച്ചു നിൽക്കാൻ നങ്കൂരം അല്ലെങ്കിൽ ആങ്കർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്നത്. നിഡോബ്ലാസ്റ്റ് അത് തന്നെയാണ് നിമറ്റോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് സ്റ്റിങ് ഉള്ളതുകൊണ്ടാണ്, മുള്ളുള്ളത് കൊണ്ടാണ്. അറിയാമല്ലോ, ആവശ്യം വരുമ്പോൾ ഇലാസ്റ്റിക് അല്ല നമ്മുടെ സ്പ്രിങ് പോലെ ഇരിക്കുന്നതിനകത്താണ് മുള്ളിരിക്കുന്നത്. അതിങ്ങനെ പുറത്തേക്ക് ചാടി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതെവിടെയാണ് കാണുന്നത്? ഇത് കാണുന്നത് നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിഡേറിയ എന്ന പേര് വന്നത് അല്ലേ. നിഡേറിയ ആരെയാണ് നമ്മൾ നിഡേറിയ എന്ന് പറയുന്നത്? സിലൻഡ്രേറ്റയാണ്. സിലൻഡ്രേറ്റയാണ്. സിലിൻഡ്രേറ്റയാണ് നമ്മൾ നിഡേറിയ എന്ന് പറയുന്നത്. സിലിൻഡ്രോൺ എന്ന ഒരു ക്യാവിറ്റി ഉള്ളതുകൊണ്ട്, ഒരു അറയുള്ളത് കൊണ്ട് അതിനെ സിലിൻഡ്രേറ്റ എന്ന് വിളിക്കും. നിഡോസൈറ്റ് ഉള്ളത് കൊണ്ട് അതിനെ നിഡേറിയ എന്ന് വിളിക്കും. അപ്പം നിമറ്റോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിലിൻഡ്രേറ്റകളിൽ അല്ലെങ്കിൽ നിഡേറിയകളിലാണ്. നമ്മുടെ പരന്ന വിരകളിലും ഇല്ല, മണ്ണിരകളിലും ഇല്ല, എക്കിനോഡേമുകളിലും ഇല്ല. അപ്പം എന്താ ഉത്തരം? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, പ്ലനേറിയ ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണ്? നമുക്കറിയാം നമ്മുടെ HSA നാച്ചുറൽ സയൻസിന്റെ മോഡ്യൂളുകളിൽ ആദ്യം വരുന്നത് തന്നെ അനിമൽ ഡൈവേഴ്സിറ്റിയാണ്. അനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉറപ്പാണ്. അപ്പോൾ അനിമൽ ഡൈവേഴ്സിറ്റി എന്തായാലും വിട്ടുപോകാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം പ്ലനേറിയ എന്ന് പറയുന്നത് എന്തിൽ പെടുന്നതാണ്? പ്ലനേറിയ എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് ആണ് അല്ലേ. പ്ലാറ്റി ഹെൽമിന്തുകളാണ് പ്ലനേറിയ ഉൾപ്പെടുന്ന വിഭാഗം. പ്ലനേറിയ അല്ലെങ്കിൽ പ്ലാറ്റി ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ പ്ലാറ്റി ഫ്ലാറ്റ് പരന്നത്, ഹെൽമിന്ത് വിര പരന്ന വിര അല്ലെങ്കിൽ നാടവിരകളിൽ ഉൾപ്പെടുന്നതാണ് പ്ലനേറിയ. പ്ലനേറിയയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ. ഈ നാടവിരകളുടെ ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പ്ലാറ്റി ഹെൽമിന്തസിന് ഉദാഹരണമായി നമ്മൾ പഠിക്കുന്നത് ടീനിയ അല്ലെങ്കിൽ നാടവിര. അതുപോലെ തന്നെ ലിവർ ഫ്ലൂക്കുകളും ടേപ്പ് വർമുകളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അവർ രണ്ടുപേരും പാരസിറ്റിക് ഗ്രൂപ്പിനകത്ത് പെടുന്നതാണ് അല്ലെങ്കിൽ പരാദങ്ങളാണ്. പക്ഷേ പ്ലനേറിയ പരാദമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. പ്ലനേറിയ പരാദമല്ല, മാത്രവുമല്ല പുനരുൽപ്പത്തി അഥവാ റീജനറേഷൻ കാണിക്കുന്നതിന് ഉദാഹരണവുമാണ് പ്ലനേറിയ. റിമാർക്കബിൾ പവർ ഓഫ് റീജനറേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭാഗം നമ്മൾ പ്ലനേറിയ 3ആയിട്ട് മുറിച്ചാൽ 3 ഭാഗത്തു നിന്നും പുതിയ പ്ലനേറിയ ഉണ്ടാവും. ആ ഒരു പ്രത്യേകതയോടെ കാണിക്കുന്ന ആളാണ് പ്ലനേറിയ. ഏത് ഗ്രൂപ്പിനകത്ത് വരുന്നത്? പ്ലാറ്റി ഹെൽമിന്തസ്. ഇല പോലെ അകവശവും മുൾവശവും താഴ്വശവും ഒരുപോലെ തന്നെ ഇല പോലെ പരന്ന് കാണുന്ന നാടവിരകളും ഫ്ലൂക്കുകളും ഉൾപ്പെട്ട അല്ലെങ്കിൽ ടീനിയയും ഫാസിയോളയും ഉൾപ്പെട്ട അതിനോട് ഒരു എക്സാമ്പിളും കൂടെ പറയാം. പ്ലനേറിയ ഇവർക്ക് ഉൾപ്പെട്ട വിഭാഗമാണ് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. ഈ പ്ലാറ്റി ഹെൽമിന്തസുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ട്രിമറ്റോഡ, ടർബുലേറിയ, സിസ്റ്റോഡ. അങ്ങനെ 3 വിഭാഗമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ട്രിമറ്റോഡ, ടർബലേറിയ, സിസ്റ്റോഡ. അതിൽ ട്രിമറ്റോഡിയ, ടർബലേറിയ, സിസ്റ്റോഡയിൽപ്പെട്ട ആൾക്കാരാണ് ടീനിയ.
പിന്നെ ആരാ പറഞ്ഞേ? ഇതിനകത്ത് ഉത്തരം ടർബലേറിയ ആണെന്നല്ലോ. പ്ലനേറിയ ഇതിനകത്ത് പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇനി ട്രിമറ്റോഡയ്ക്കകത്ത് ആരാ ബാക്കിയുള്ളത്? ഫാസിയോള. അപ്പോൾ ട്രിമറ്റോഡയിൽ ഫാസിയോളയും ടർബലേറിയൽ പ്ലനേറിയയും സിസ്റ്റോഡയിൽ ടീനിയയും. ടീനിയ എന്ന് പറഞ്ഞാൽ നാടവിര, ഫാസിയോള എന്ന് പറഞ്ഞാൽ ഫ്ലൂക്കുകളാണ്, ലിവർ ഫ്ലൂക്കുകളാണ്. അപ്പൊ എന്താ ഉത്തരം? പ്ലനേറിയ ഉൾപ്പെടുന്ന ക്ലാസ് ടർബലേറിയ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഫാസിയോളയുടെ ജീവിതചക്രത്തിൽ ഇല്ലാത്തതേത്? നമുക്കറിയാം ഫാസിയോള ഹെപ്പാറ്റിക്ക. ഫാസിയോള എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിൽ പെടുന്നതാണ്. നിങ്ങൾ തന്നെ നോക്കിയേ, അനിമൽ ഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററിന് അടുപ്പിച്ച് 3 ചോദ്യങ്ങളായല്ലേ. ഫാസിയോളയുടെ ജീവിതചക്രത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഫാസിയോള മുട്ടയിടുന്നു. മുട്ടയിൽ നിന്ന് അടുത്തത് വരുന്ന എഗ്ഗിന് അടുത്തത് വരുന്ന എന്താണ്? മിറാസീഡിയ എന്ന ലാർവ ഉണ്ടാവുന്നു. എഗ്ഗ്, മിറാസീഡിയ, സ്പോറോസിസ്റ്റ്, സെർക്കേറിയ, മെറ്റാസെർക്കേറിയ, അതുപോലെ തന്നെ അഡൽട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തി. അപ്പോൾ ഈ ജീവിതചക്രത്തിനകത്ത് ഇതൊക്കെ ഉണ്ട്. ആരൊക്കെയാ ഉള്ളത്? എഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ മിറാസീഡിയ ഉണ്ട്, സ്പോറോസിസ്റ്റ് ഉണ്ട്, സെർക്കേറിയ ഉണ്ട്, മെറ്റാസെർക്കേറിയ ഉണ്ട്. എന്നിട്ടാണ് അത് അഡൽട്ട് ആവുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാ? മിറാസീഡിയ ഉണ്ട്, സ്പോറോസിസ്റ്റ് ഉണ്ട്, സെർക്കേറിയ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇല്ലാത്ത ആളാരാ? ഇല്ലാത്ത ആള് ഇമാഗോ ആണ്. അപ്പൊ എന്താ ഇമാഗോ? ഇൻസെക്റ്റുകളുടെ രൂപാന്തരണ സമയത്ത്, രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർവ അഡൽട്ട് ആവുന്ന, ലാർവ പൂർണ്ണ വളർച്ച എത്തുന്നതിനെയാണ് നമ്മൾ രൂപാന്തരണം അഥവാ മെറ്റമോർഫോസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലാർവ പൂർണ്ണ വളർച്ച എത്തുന്ന ആ പ്രക്രിയയെ നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നു. ആ പ്രക്രിയ എടുക്കുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ, അവസാന ഘട്ടത്തിൽ വരുന്ന വിങ്സ് ഒക്കെയുള്ള രൂപത്തിനെയാണ് നമ്മൾ ഇമാഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇമാഗോയ്ക്ക് ഫാസിയോളയായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇമാഗോയെ നമുക്ക് എടുത്ത് കളയാം. ഫാസിയോളയുടെ ജീവചക്രത്തിൽ ഉൾപ്പെടാത്തത് ആരാ? ഇമാഗോ. ഓപ്ഷൻ സി. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം എന്താണ്? പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം? ഓപ്ഷൻ എന്തൊക്കെയാണ്? വിറ്റാമിൻ B1ന്റെ കുറവ്, അസ്കോർബിക് ആസിഡിന്റെ കുറവ്, റൈബോഫ്ലേവിന്റെ കുറവ്, വിറ്റാമിൻ B12ന്റെ കുറവ്. അപ്പോൾ വിറ്റാമിൻ ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണല്ലേ. വൈറ്റമിനുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും. കൊഴുപ്പിൽ ലയിക്കുന്ന ഓർക്കാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. കൊഴുപ്പ് എന്ന് പറയുന്നത് നമുക്ക് കേടാണ് അല്ലെ. KEDA. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാണ്. അപ്പൊ വൈറ്റമിൻ കെ അല്ലെങ്കിൽ ജീവകം കെ, ജീവകം ഇ, ജീവകം ഡി, ജീവകം എ, അതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്, കേടാണ്. അത് നമ്മൾ ഓർത്താൽ മതി. ജലത്തിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. അപ്പോൾ വൈറ്റമിൻ ബി തന്നെ ഒരു കൂട്ടം വൈറ്റമിനുകളാണ്. B1 ഉണ്ട്, B1നെ നമ്മൾ തൈമിൻ എന്ന് പറയും, B2നെ നമ്മൾ റൈബോഫ്ലേവിൻ എന്ന് പറയും. അങ്ങനെ ഓരോന്നായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ B1, B2 അല്ലെങ്കിൽ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ബെറി. അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ അസ്കോർബിക് അമ്ലം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? സ്കർവി ആണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം. സ്കർവിയുടെ പ്രത്യേകത എന്താണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം കൂടിയാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഒരു രോഗം കൂടിയാണ്. വൈറ്റമിൻ B12 ആണ് ഇനി ബാക്കിയുള്ളത്. വൈറ്റമിൻ B12 എന്താണ്? സൈനോകൊബാലമീൻ. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് സൈനോകൊബാലമീൻ ആണ്. വൈറ്റമിൻ B12ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അപ്പൊ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ നിറ്റലോപ്പിയ. ഒരുപാട് കാലം വൈറ്റമിൻ എയുടെ കുറവ് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. രണ്ടും ഓർത്തു വയ്ക്കണം. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ നിറ്റലോപ്പിയ. ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണ് വൈറ്റമിൻ എയുടെ അഭാവമെങ്കിൽ സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. വൈറ്റമിൻ ബി ബെറി. വൈറ്റമിൻ സി സ്കർവി അഥവാ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ്. വൈറ്റമിൻ ഡി കണ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഇ വൈറ്റമിനുടെ കുറവ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന് പറയാറുണ്ട്.
വൈറ്റമിൻ കെ എന്ന് പറയുന്നത് രക്തസ്രാവം. വൈറ്റമിൻ കെ രക്തത്തിനെ കട്ടപിടിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെയുടെ അഭാവം രക്തസ്രാവം ഉണ്ടാക്കാൻ കാരണമാകുന്നു. വൈറ്റമിൻ കെ നമ്മൾ ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നും വിളിക്കാറുണ്ട്. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാവുന്ന കുറേ ടോപ്പ് പോയിന്റുകൾ പറയും. ആ പോർഷൻ മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ക്ലാസ്സുകൾ വരുമ്പോൾ ആ പോർഷനെ കുറിച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. കോശവിഭജനത്തിൽ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ എന്നിവ നടക്കുന്ന സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ലെപ്റ്റോനീമ, പാക്കിനീമ, ഡയാകൈനസിസ്, ടീലോഫേസ്. കോശവിഭജന സമയത്ത് നമുക്കറിയാലോ പ്രൊഫേസ് എന്ന് പറഞ്ഞിട്ട് ഫേസ് ഉണ്ട് അല്ലേ. പ്രൊഫേസ് എന്ന ഫേസിലാണ് പല ഘട്ടങ്ങൾ നടക്കുന്നത്. പ്രൊഫേസ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്, അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിനകത്ത് പാക്കിറ്റീൻ എന്ന് പറയുന്ന സ്റ്റേജിനകത്താണ് ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷൻ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ അല്ലെ. ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇവ രണ്ടാളും മിണ്ടാതിരിക്കും. ഇവർ രണ്ടുപേരും എക്സ്ചേഞ്ച് ചെയ്യും അല്ലെ, മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സ്. അപ്പോൾ ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ നടക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ടൊരു ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ അതുകൊണ്ടാണ് വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് കോശവിഭജനം, അവിടെ ക്രമഭംഗം എങ്ങനെയാണ്, ഊനഭംഗം എങ്ങനെയാണ്, ക്രമഭംഗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എല്ലാം ക്ലിയർ ആയിട്ട് പറയും. ഇവിടെ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്നിവ നടക്കുന്നത് പാക്കിറ്റീൻ സ്റ്റേജിലാണ്. പാക്കിറ്റീൻ സ്റ്റേജിനെ നമ്മൾ പാക്കിനീമ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കോശവിഭജനത്തിൽ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ എന്നിവ നടക്കുന്നത് പാക്കിനീമ സ്റ്റേജിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മാംസ്യത്തിനെ പ്രവർത്തനക്ഷമമായി മാറ്റുന്നതിന് സഹായിക്കുന്ന മാംസ്യത്തിനെ എന്തു പറയുന്നു? ചാപ്പറോൺസ് എന്ന് പറയുന്നു. ചാപ്പറോൺസ്. നിങ്ങൾ +2 വരെയുള്ള ടെക്സ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത വാക്കായിരിക്കും ഈ ചാപ്പറോൺസ് ഉള്ളത്. അതേസമയം ഡിഗ്രി ലെവലിലൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ +2 വരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ചാപ്പറോൺസ് എന്ന വാക്ക് കേൾക്കാൻ സാധ്യതയില്ല. അതേസമയം പ്രൊമോട്ടർ, ഇൻഡ്യൂസർ, ഗാലക്ടോസിഡേസ് ഒക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലാക് കോപ്പറോൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ലാക് കോപ്പറോൺ, എ സെറ്റ് ഓഫ് ജീൻ കൺട്രോളിംഗ് ദ മെറ്റബോളിസം. ഉപാപചയത്തെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ജീനുകളെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്പറോണിനകത്ത് നമ്മൾ ഇൻഡ്യൂസർ കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഗാലക്ടോസിഡോസ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ പ്രൊമോട്ടർ എന്നൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അനുലേഖനമൊക്കെ പഠിക്കുമ്പോൾ, അതായത് അനുലേഖനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജിയുടെ മുദ്രാവാക്യത്തിൽ DNA-യുടെ ഇരട്ടിക്കൽ, അത് കഴിഞ്ഞാൽ അനുലേഖനം, അങ്ങനെ തർജിമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കില്ലേ. അപ്പം അതിനകത്ത് ട്രാൻസ്ക്രിപ്ഷനകത്തൊക്കെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒക്കെ പഠിച്ചപ്പോൾ ഈ പ്രൊമോട്ടർ എന്നുള്ള വാക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. ഇതിൽ കേൾക്കാത്ത വാക്ക് എന്താണ്? ചാപ്പറോൺസ്. അപ്പോൾ കേട്ട വാക്കുകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, അതുപോലെ ടെർമിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ എന്നൊക്കെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡ്യൂസർ, ലാക് കോപ്പറോണിൽ ഇൻഡ്യൂസർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതുപോലെ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് ഒക്കെ നമ്മൾ ലാക് കോപ്പറോണിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ചോദ്യം എന്താണ്? മാംസ്യത്തിനെ പ്രവർത്തനക്ഷമമായി മാറ്റുന്നതിന് സഹായിക്കുന്ന മാംസ്യത്തിനെ എന്ത് പറയും? ചാപ്പറോൺസ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മനുഷ്യരിൽ SRY ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? 1 ക്രോമസോം 13-ൽ, B ക്രോമസോം 21-ൽ, C ക്രോമസോം Y-ൽ, D ക്രോമസോം X-ൽ. എവിടെയാണ് കാണപ്പെടുന്നത്? ക്രോമസോം Y-ലാണ്. നിങ്ങൾ മാർസൂപ്പിയൽസ് കേട്ടിട്ടുണ്ടാവും അല്ലേ. മാർസൂപ്പിയൽസും അതുപോലെ തന്നെ പ്ലാസെന്റൽ സസ്തനികളിലും മെയിൽ സെക്സ് ഡിറ്റർമിനേഷൻ, ആണിന്റെ ലിംഗനിർണയം നടക്കുന്നിടത്ത്
അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ജീനുകളാണ് SRY ജീനുകൾ എന്ന് പറയുന്നത്. അത് Y ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ SRY ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? Y ക്രോമസോമുകൾ. ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, അത് ഏത് മോഡ്യൂളിലാണ്, HSA നാച്ചുറൽ സയൻസിന്റെ സിലബസിൽ ഏത് മോഡ്യൂളിലാണ്. എപ്പോഴും സിലബസിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. HSA നാച്ചുറൽ സയൻസിന്റെ ഏത് സിലബസിൽ ഏത് പാർട്ടാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ചില പാർട്ടുകൾ കുറച്ച് കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടുണ്ടാവും. ഒരു പരീക്ഷയ്ക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത പരീക്ഷയ്ക്ക് അങ്ങനെ ആവണമെന്നില്ല. എങ്കിലും ചില ടോപ്പിക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അത് പ്രത്യേകം ഊന്നൽ നൽകി പറയുന്നതായിരിക്കും. സിലബസിന്റെ കോപ്പി എന്തായാലും എല്ലാവരുടെ കയ്യിലും വേണം. SRY ജീനുകൾ ക്രോമസോം Yയിലാണ് കാണപ്പെടുന്നത്. മെയിൽ സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗ നിർണയം ഇനീഷ്യേറ്റ് ചെയ്യുന്ന എംബ്രിയോ ഡെവലപ്മെന്റ് സമയത്ത്, അതായത് ഭ്രൂണ വികാസത്തിന്റെ സമയത്ത് മാസൂപ്പിയലുകളിലും പ്ലാസെന്റൽ സസ്തനികളിലും ഭ്രൂണ വികാസ സമയത്ത്, എംബ്രിയോ ഡെവലപ്മെന്റ് സമയത്ത് മെയിൽ സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗ നിർണയം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഇവരാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ECOR1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് കണ്ടുപിടിക്കുക. ECOR1 ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. എന്താണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ജനിതക കത്രിക അല്ലെങ്കിൽ ജെനറ്റിക് സിസേഴ്സ്, മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ജെനറ്റിക് സിസേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേര് കൊടുക്കുന്ന ഒരു വിധമുണ്ട്. ഒന്നിപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് എടുക്കാം. ECOR1, എസ്തെരീഷ്യ കോളിയുടെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിൻഡ് 2 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ ഹീമോഫിലസിന്റെ Hഉം ഇൻഫ്ലുവൻസയുടെ IN. അതുപോലെ എസ്തെരീഷ്യ കോളിയുടെ എസ്തെരീഷ്യയുടെ ക്യാപിറ്റൽ ലെറ്ററിലും കോളിയുടെ CO സ്മോൾ ലെറ്ററിലും എഴുതും. അപ്പോൾ ഈ CO എന്താണെന്ന് മനസ്സിലായല്ലോ? R എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. അടുത്തത് നമ്പർ ആണ്. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയൽ ആ സ്ട്രെയിനിൽ നിന്ന് എത്രാമത്തെ പ്രാവശ്യം ഏത് ഓർഡറിലാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതെന്നുള്ളതാണ് ആ നമ്പർ. ഇങ്ങനെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അഥവാ മോളിക്കുലർ സിസേഴ്സ്, ജനിതക സിസേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേരിടുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേരൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ക്ലീവ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്, ആ സീക്വൻസ് ഏതാണെന്നാണ് ചോദ്യം. ECOR1ന്റെ GAA-TTC ഇവിടെ ഉണ്ടല്ലോ, GAA-TTC അതിൽ ഇവിടെയാണ്, ജിയുടെ എയുടെ ഇടയ്ക്കാണ് കട്ട് വരുന്നത്. അപ്പം GAA-TTC. അപ്പോൾ ഇവിടുത്തെ ECOR1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് GAA-TTC CTT-AAG. ഇത് പഠിച്ചാൽ മതി. GAA-TTC. ഇതുപോലത്തെ 1-2 റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഡൈഡയോക്സി സീക്വൻസിംഗ് രീതി വികസിപ്പിച്ചത് ആര്? ഫ്രെഡറിക് സാങ്ങർ, അല്ലെങ്കിൽ സാങ്ങർ സീക്വൻസിംഗ് എന്നാണ് അതിലറിയപ്പെടുന്നത്. ഫ്രെഡറിക് സാങ്ങർ ആണ് ഡൈഡയോക്സി DNA സീക്വൻസിംഗ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത്. ഫ്രെഡറിക് സാങ്ങർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ മാക്സാം ഗിൽബർട്ടും ആണ് ആദ്യം അതായത് ഇവരുടെ വികസിപ്പിച്ചെടുത്ത DNA സീക്വൻസിന് മുമ്പായിട്ട് DNA സീക്വൻസിംഗ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇവരാണ്, മാക്സാം ആൻഡ് ഗിൽബർട്ട് ആണ്. ഇവർ രണ്ടുപേരും ആരാ? അലക് ജെഫ്രി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് പറഞ്ഞത് അലക് ജെഫ്രി ആണ്. കാരി മുള്ളിസ് ആരാ? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ PCR ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ കാരി മുള്ളിസ് ആണ്. അപ്പം 4 പേരും ആരാന്ന് മനസ്സിലായല്ലോ. ഫ്രെഡറിക് സാങ്ങർ ആണ് സാങ്ങർ സീക്വൻസിങ് അല്ലെങ്കിൽ ഡൈഡയോക്സി DNA സീക്വൻസിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഡൈഡയോക്സി DNA സീക്വൻസിങ് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത്. ഇതിന് മുമ്പായുള്ളതായിരുന്നു മാക്സാം ആൻഡ് ഗിൽബർട്ട്. അലക് ജെഫ്രി DNA ഫിംഗർ പ്രിന്റിംഗ്, കാരി മുള്ളിസ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. വെർണിക്സ് ഏരിയ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? വെർണിക്സ് ഏരിയ നിങ്ങൾക്ക് കേട്ടോ, വെർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ ഒക്കെ പഠിച്ചോളുക. വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത് ഭാഷയ്ക്കും അതുപോലെ തന്നെ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് സ്പീച്ച് ഇന്റർപ്രിട്ടേഷനും നമ്മൾ സംസാരത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ
വിവിധ ഭാഗങ്ങളുണ്ട് അല്ലെ, ഫ്രോണ്ടൽ, ടെമ്പറൽ, പരേറ്റൽ, ഓക്സിപിറ്റൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വെർണിക്സ് ഏരിയ എവിടെയാണ് കാണുന്നതെന്നാണ് ചോദ്യം. അപ്പൊ അത് പഠിക്കണം എന്നുള്ളത് ക്ലിയർ ആയല്ലോ. മസ്തിഷ്കത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, മസ്തിഷ്കത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ വെർണിക്സ് ഏരിയ എവിടെയാണ് കാണുന്നത്? വെർണിക്സ് ഏരിയ കാണുന്നത് ടെമ്പറൽ റീജിയനിലാണ്. ഫ്രോണ്ടൽ, പരേറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ടെമ്പറൽ റീജിയനിലാണ് വെർണിക്സ് ഏരിയ കാണുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? കലകളിൽ ഓക്സിജന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ ടിക്ക് ചെയ്യുക, ശരിയാണോ? കലകളിൽ ഓക്സിജന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. അപ്പൊ ശരിയാണെങ്കിൽ അവിടെ ടിക്ക് ഇട്ടേക്കുക. അടുത്ത എന്താണ്? 85% കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ് സംവഹിക്കപ്പെടുന്നത്. കേട്ടാൽ തന്നെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് സംവഹിക്കുന്നത് 3 രീതിയിലാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് സംവഹിക്കുന്നത് 3 രീതിയിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡും എങ്ങനെയാണ് സംവഹിക്കുന്നത്? ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് സംവഹിക്കുന്നത് ബൈകാർബണേറ്റുകളായിട്ടാണ് അല്ലെ? ബൈകാർബണേറ്റുകളായിട്ടാണ്. അപ്പൊ തന്നെ ഇവിടെ നമുക്കറിയാം ഉത്തരം തെറ്റാണ്. 85% ഇങ്ങനെയാണ് സംവഹിക്കുന്നതെങ്കിൽ ബൈകാർബണേറ്റ് സംവഹിക്കാൻ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതല്ല, നമുക്കറിയാം. നമ്മൾ പെർസെൻറ്റേജ് ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഓർത്തു വയ്ക്കുക 20 to 25% ആണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. പെർസെൻറ്റേജ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓർത്തു വയ്ക്കുക ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡും സംവഹനം ചെയ്യുന്നത് ബൈകാർബണേറ്റുകളായിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനം പ്രധാനമായും 3 തരത്തിലാണ്. അത് പ്ലാസ്മയിലെ ജലവുമായി ലയിച്ച് വളരെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സംവഹിക്കപ്പെടുന്നു. രണ്ടാമത്തത് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് സംവഹിക്കപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന്, ഹീമോഗ്ലോബിന്റെ അമിനോ ഗ്രൂപ്പുമായി ചേർന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിന്റെ അമിനോ ഗ്രൂപ്പുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് സംവഹനം നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാമത്തതാണ് ബൈകാർബണേറ്റുകളായിട്ട് കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം അല്ലെങ്കിൽ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന രാസാഗ്നിയുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റുകളായിട്ടും സംവഹനം നടത്താറുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. ക്ലിയർ ആയി. അപ്പൊ ഇത് തെറ്റാണ്, നമ്മൾ അവിടെ തന്നെ ടിക്ക് ഇട്ടു. അടുത്ത എന്താ? ഹീമോസയാനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. ഹീമോസയാനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ശരിയാണ്. താൽക്കാലികമായ ശ്വാസതടസ്സത്തെ ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നു. ബോർ ഇഫക്റ്റ് അതാണോ? നമുക്കൊരു ഗ്രാഫ് അറിയാം അല്ലെ? ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്, ഓക്സിജൻ ഹീമോഗ്ലോബിൻ സംശ്ലേഷണ വക്രം കേട്ടിട്ടുണ്ടാവും. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് അല്ലെങ്കിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം അല്ലെ? അപ്പൊ നമ്മളിവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എഴുതിയാൽ ഇവിടെ പെർസെൻറ്റേജ് സാച്ചുറേഷൻ കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും അല്ലെ? ഈ ഗ്രാഫിൽ നമുക്കറിയാം ആൽവിയോളെ, ശ്വാസകോശത്തിലെ ആൽവിയോളയിൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാണ്. ശ്വാസകോശത്തിലെ ആൽവിയോളയിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ വളരെ കൂടുതലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണെന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, ഓക്സിജനെ ആർക്കാ ആവശ്യം? കോശങ്ങൾക്ക് അല്ലെങ്കിൽ കലകൾക്കാണ് ഓക്സിജനെ ആവശ്യം അല്ലെ? അപ്പോൾ എവിടുന്നാ എത്തിക്കേണ്ടത്? ആൽവിയോളയിലാണ് എത്തിക്കേണ്ടത്. അപ്പൊ ആൽവിയോളയിൽ ഓക്സിജൻ ധാരാളം ഉണ്ട്. അപ്പൊ ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്താണ് ഈ പാർഷ്യൽ പ്രഷർ? അത് ചോദിക്കട്ടെ. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഗ്യാസ്, മിക്സ്ചർ ഓഫ് ഗ്യാസിനകത്ത് ഒരു ഗ്യാസിന്റെ മർദ്ദം പറയുകയാണെങ്കിൽ അതിനെയാണ് പാർഷ്യൽ പ്രഷർ അഥവാ അംശിക മർദ്ദം എന്ന് പറയുന്നത്. അംശിക മർദ്ദം. അപ്പൊ ഓക്സിജന്റെ അംശിക മർദ്ദം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ആൽവിയോളയിലാണ് കൂടുതൽ. അവിടെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെയോ കുറവാണ്. H+ അയോണിന്റെ ഗാഢതയോ അതും കുറവാണ്. ടെമ്പറേച്ചറോ അതും കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറവാണ്, ഹൈഡ്രജൻ അയോണിന്റെ ഗാഢത കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശിക മർദ്ദം കുറവാണ്. ആകെ കൂടുതലുള്ള എന്താണ്? ഓക്സിജൻ ആണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും.
എന്നിട്ട് നേരെ അവർ പോകുന്നത് ടിഷ്യൂവിലേക്കാണ്. അവിടെ പോകുമ്പോൾ അവിടെ ഓക്സിജൻ കുറവാണ്. അപ്പൊ കൊണ്ടുപോയ ഓക്സിജൻ അവിടെ കൊടുക്കും. അപ്പൊ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേരുന്ന ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന ഓക്സിജന്റെ അംശിക മർദ്ദം, കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശിക മർദ്ദം, H+ അയോണിന്റെ ഗാഢത കുറവ്, ഊഷ്മാവ് കുറവ്. ഈ 4 കാര്യങ്ങളാണ് കുറവായിട്ട് വരുന്നത്. ഈ 3 കാര്യങ്ങൾ കുറവും ഓക്സിജൻ കൂടുതലും. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്തിന്? ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ. എവിടെയുള്ള സാഹചര്യങ്ങൾ? ആൽവിയോളയുള്ള സാഹചര്യങ്ങൾ. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഇവർ ചേർന്ന് ഒരു ഗ്രാഫ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനൊരു ഗ്രാഫില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇഫക്റ്റ് വന്നാൽ ആ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. നമ്മൾ ബോർ ഇഫക്റ്റും ഹാൽഡെയ്ൻ ഇഫക്റ്റും ഒക്കെ പഠിക്കും. അപ്പൊ ഇത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ്. ബോർ ഇഫക്റ്റും ഹാൽഡെയ്ൻ ഇഫക്റ്റും ഒക്കെ നമ്മൾ വിശദമായി പഠിക്കും. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാ ശരി? ഹീമോസയാനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ കലകളിൽ ഓക്സിജന്റെ അപര്യാപ്തം മൂലമുണ്ടാവുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ, അതും ശരിയാണ്. 1ഉം 3ഉം ആണ് ശരി. 2 തെറ്റാണെന്ന് മനസ്സിലായല്ലോ. 2 തെറ്റാണ്. ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടല്ല, ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് സംവഹനം നടത്തുന്നത് ബൈകാർബണേറ്റുകളായിട്ടാണ്. ഇവിടെ ഏതാ ശരി? 1ഉം 3ഉം ശരി. EEGയിലെ തരംഗങ്ങളുടെ എണ്ണം എത്ര? EEGയിലെ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നിങ്ങനെ 4 തരംഗങ്ങളാണ് EEGയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 73. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ DNA ഏത് ആകൃതിയിലാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലേ. പ്രോകാരിയോട്ടിക് കോശങ്ങളും യൂകാരിയോട്ടിക് കോശങ്ങളും. പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, വളരെ ലളിതമായ ഘടനയുള്ള കൃത്യമായ മർമ്മമോ കോശാംഗങ്ങളോ ഒക്കെ സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ടല്ലാതെ കാണപ്പെടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് പ്രോകാരിയോട്ട്. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ കുറെ ആൾക്കാരുണ്ട്, കൂട്ടുകുടുംബം പോലെയാണ് യൂകാരിയോട്ട്. യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മർമ്മം, പിന്നെ സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ട കോശാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. മൈറ്റോകോൺഡ്രിയ, ലൈസോസോം, റൈബോസോം, ഗോൾഗി ബോഡീസ്, അങ്ങനെ എല്ലാ ആൾക്കാരും ഉള്ള ഒരു കുറച്ച് വലിയ ആളാണ് യൂകാരിയോട്ട് അഥവാ ട്രൂ കാരിയോട്ട്. യു എന്ന വാക്കിന്റെ അർത്ഥം ട്രൂ എന്നാണ്. അപ്പൊ ഇവര് ചോദ്യം എന്താണ്? പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ DNA ഏത് ആകൃതിയിലാണ്? സർക്കുലർ ആകൃതിയിൽ. നമുക്കറിയാം, സർക്കുലർ ആകൃതിയിലാണ്. ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാവുന്ന എപ്പോൾ? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും +1 +2 പോർഷൻ വരെയാണ് നമ്മുടെ സിലബസ്. ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ 8 മോഡ്യൂളുകൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ എല്ലാം തന്നെ +2ലുള്ളതാണ് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഡിഗ്രി ലെവലിലേക്കും കൂടെയൊക്കെ നമ്മൾ കടന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് HSCയുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ നോട്ടുകൾ തരുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം MG യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ളതായിരിക്കില്ല കേരള യൂണിവേഴ്സിറ്റിയിലുള്ളതായിരിക്കില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാ ടോപ്പിക്കുകളും ഒക്കെ കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ടോപ്പിക്ക് +2 ലെവൽ അല്ല. നമുക്കറിയാം +2 ലെവൽ മാത്രമല്ല, +2 ലെവൽ ഉണ്ട്. +2 ടെക്സ്റ്റ് ബുക്ക്, +1 +2 ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അരച്ച് കലക്കി കുടിക്കണം എന്നുള്ളതാണ് നമുക്ക് റാങ്ക് ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അത് +1 +2 മാത്രമല്ല, നമുക്ക് മലയാളം വാക്കുകൾ പലപ്പോഴും വായിലിങ്ങനെ ഫ്ലോ ആയിട്ട് വന്നു എന്ന് വരില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എന്ന് വരില്ല മലയാളം വാക്കുകൾ. അപ്പൊ നമ്മൾ ആദ്യം എടുത്തു വെക്കേണ്ടത് എന്താണ്? 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കുക. 5 മുതൽ 10 വരെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് മലയാളം മീഡിയത്തിന്റെ പുസ്തകം തന്നെ കിട്ടും. 11ഉം 12ഉം നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതും എടുത്ത് കയ്യിൽ വെക്കുക. 2 കാര്യങ്ങൾ ഞാൻ പഠിക്കാനായിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 നമ്മുടെ സിലബസ്, 2 5 മുതൽ 12 വരെയുള്ള മലയാളം പുസ്തകങ്ങളും എടുത്തു വെക്കുക. മലയാളം വാക്കുകളാണ്, ഒട്ടും തന്നെ പേടിക്കേണ്ട. മലയാളം പഠിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് GTPയുമായി ബന്ധിക്കുമ്പോഴാണ്. ഇതിനും ഒരുപാട് എക്സ്പ്ലനേഷൻ പറയാനായിട്ട് പറ്റില്ല. ഞാൻ അടുത്ത ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് GTPയുമായി ബന്ധിക്കുമ്പോഴാണ്.
ഓപ്ഷൻ എ. പ്ലാസ്മ സരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചവരാരാണ്? ഈ സരം ഉണ്ടല്ലോ, ഈ പ്ലാസ്മ സരം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ മതിലൊക്കെ പോലെയാണ്. ഈ പ്ലാസ്മ സരത്തിന് എത്ര മോഡൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് മോഡലുണ്ട്. ഡാനിയേലിയൻ, ഡേവിസൺ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള മോഡൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന ആൾക്കാർ മുഴുവൻ അതിന്റെ സരത്തിന്റെ മോഡലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അംഗീകരിക്കപ്പെട്ട മോഡലായ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, ലിപ്പിഡ് ബൈലെയറും ഇടയ്ക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ഇൻട്രൻസിക് പ്രോട്ടീൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീനും എക്സ്ട്രൻസിക് പ്രോട്ടീനും ഒക്കെ ചേർന്ന ഒരു മോഡല് പ്രപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. ആരാണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. വർഷങ്ങൾ പഠിക്കുന്ന സമയത്ത് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കുറച്ച് പുസ്തകങ്ങൾ, കുറച്ച് പേപ്പറുകൾ എടുത്തു വയ്ക്കുക. കഴിയുമെങ്കിൽ നമ്മളിപ്പോൾ 1971 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം എന്താണ് 1971ന്റെ പ്രത്യേകത. MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ, അറിഞ്ഞുകൊണ്ടുള്ള ഗർഭചിത്രം ഇന്ത്യയിൽ നിയമമായി വന്നത് 1971 അപ്പോൾ 72 എന്ത് സംഭവിച്ചു? സിംഗർ ആൻഡ് നിക്കോൾസണും ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറഞ്ഞു. മെയിൻ ഇയറുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. 1951 ഫാമിലി പ്ലാനിങ്, 1971 MTP ലീഗലൈസ് ചെയ്തു, 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ പ്ലാസ്മ സരത്തിന്റെ മോഡൽ പറഞ്ഞു. ഇയറുകൾ നമുക്ക് ഓരോ ടോപ്പിക്കുകൾ എടുക്കുമ്പോഴും കുറച്ച് പേപ്പറുകൾ ഒന്നിച്ച് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചിട്ട് ഈ പേപ്പറിനകത്ത് നമ്മളിങ്ങനെ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. നമ്മൾ എഴുതി വയ്ക്കുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. നിങ്ങൾക്കിനി എത്ര നോട്ടുകൾ കിട്ടിയാലും, എത്ര നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും, നിങ്ങളുടെ കയ്യിലൊരു, നിങ്ങൾ സ്വന്തമായിട്ട് ഈ പഠിപ്പിക്കുന്ന സമയത്ത് നോട്ടുകളും കൂടെ എഴുതി വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ വേറെ വേറെ പേപ്പറിനകത്ത് എഴുതി വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ക്ലാസ്സുകൾ തൃശ്ശൂർ ജില്ലയ്ക്കും തിരുവനന്തപുരം ജില്ലയ്ക്കും ഒക്കെ ഫസ്റ്റ് റാങ്ക് നേടിക്കൊടുത്ത ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഒരുപാട് സമയം പഠിക്കുന്നതിലല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ പ്ലാസ്മ സരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗറിനെ നിക്കോൾസനെ മറക്കണ്ട. സിംഗർ പാട്ടുകാരനാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറഞ്ഞത്. സിംഗർ ആൻഡ് നിക്കോൾസൺ പാട്ടുകാരനൊന്നും അല്ല കേട്ടോ, ഞാൻ ആ പേര് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇവരെ കുറിച്ചൊക്കെ പറയും. ഡാനിയേലിയൻ, ഡേവിസൺ, ഓവർട്ടൺ, റോബർട്ട്സൺ, എല്ലാവരെയും പഠിക്കണം. എല്ലാവരെയും പ്ലാസ്മ സരത്തിന്റെ മോഡൽ പഠിക്കുമ്പോൾ ഒരാളെ വിടാതെ നമുക്ക് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും പഠിക്കാനുണ്ട്. ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് നാച്ചുറൽ സയൻസിൽ. പഞ്ഞം ഇല്ലാത്ത കാര്യമാണ്. അതുമൊക്കെ എഴുതുന്ന സമയത്ത് ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ എഴുതുക വേറൊരു കളറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അണ്ടർലൈൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ശാസ്ത്രജ്ഞന്മാരാണ്. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് അത്രയൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൻ്റെ സൈഡിൽ വരുമ്പോൾ ഒരു പ്രത്യേക കളർ കൊണ്ട് റൗണ്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതെല്ലാം ശാസ്ത്രജ്ഞന്മാരെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഒരു പേപ്പറിനകത്താക്കി വെക്കുക, ഇയറൊക്കെ ഒരു പേപ്പറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് അതാത് പഠിക്കുന്ന ദിവസം ആക്കി വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഏതാണ് യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിൽ നമ്മൾ മാർഗം കണ്ടുപിടിച്ച് നമുക്ക് എഴുതി വെക്കുന്നതായിരിക്കും. ക്ലാസ് നോട്ട് കേൾക്കുമ്പോൾ എഴുതി വെക്കുന്നത് കുറെ കൂടെ യൂസ്ഫുൾ ആയിരിക്കും. സസ്തനികളിലെ റൈബോസോമിലെ 60S സബ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് 28S RRNAയും 5S RRNAയും 33 റൈബോസോമൽ പ്രോട്ടീനുകളും ചേർന്ന് 28S RRNAയും 5.8S RNAയും 5S RRNAയും 49 റൈബോസോമൽ പ്രോട്ടീനുകളും ചേർന്ന് 18S RRNAയും 33 റൈബോസോമൽ പ്രോട്ടീനുകളും ചേർന്ന് ഇവയൊന്നുമല്ല. അപ്പം നമുക്ക് സസ്തനികൾ എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും റൈബോസോമുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, വ്യത്യാസമുണ്ട്. വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല, ഇതിനകത്ത് വലിയ സബ് യൂണിറ്റ്, ചെറിയ സബ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ അതിലിവിടെ പറയുന്നത് 28S RRNAയും 5.8S RRNAയും 5S RRNAയും 49 റൈബോസോമൽ പ്രോട്ടീനുകളും ചേർന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഒരു ഇൻഡ്യൂസിബിൾ ഓപ്പറോണിന് ഉദാഹരണം, ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ, ലാക്ടോപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോൺ ആണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. ലാക്ടോസ് ഓപ്പറോൺ ആണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. അപ്പൊ എന്താണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ? ഒരു ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഒരു ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ജീനുകളെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. അപ്പൊ ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ആൾക്കാരെ ലാക് ഓപ്പറോൺ എന്ന് വിളിക്കും. ഈ ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ അലോലാക്ടോസ്, അതിന്റെ പ്രസൻസിൽ, ലാക്ടോസിന്റെ പ്രസൻസിൽ മാത്രമേ ഈ ഓപ്പറോൺ സ്വിച്ച്ഡ് ഓൺ കണ്ടീഷനിലാവുള്ളൂ. അപ്പൊ
അതൊരു ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാണ്, സ്വിച്ച് ഓൺ ആക്കാനുള്ള ഒരു ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് അവിടെ അലോലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറോണിനെയാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. ലാക് ഓപ്പറോൺ നമുക്ക് പഠിക്കാനുണ്ട്. ലാക് ഓപ്പറോൺ ഒരു ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആണ്. കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത് ഏത് പ്ലാസ്മിഡ് ആണ്? കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് ബാക്ടീരിയയിൽ നടക്കുന്ന കോൺജുഗേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയയിൽ നടക്കുന്ന കോൺജുഗേഷന് ഒരു ബാക്ടീരിയയിൽ നിന്ന് ജനിതക വസ്തുക്കൾ മറ്റൊരു ബാക്ടീരിയയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സഹായിക്കുന്നതാണ് ഈ കോൺജുഗേറ്റീവ് പ്രോട്ടീൻ അല്ലെങ്കിൽ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്. പ്രോട്ടീൻ അല്ല, കോൺജുഗേറ്റീവ് പ്രോട്ടീൻ വേറെയാണ്, വായിന്ന് അറിയാതെ വന്ന കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയിൽ കോൺജുഗേഷൻ എന്ന പ്രക്രിയ നടക്കുമ്പോൾ ജനിതക വസ്തുക്കൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിന് സഹായിക്കുന്ന പ്ലാസ്മിഡുകളാണ് എഫ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എഡ്വേർഡ് സിൻഡ്രോം ക്രോമസോം നമ്പർ ഡാഷിന്റെ ട്രൈസോം മൂലമാണ് ഉണ്ടാവുന്നത്. പ്രധാനമായിട്ട് 3 ട്രൈസോമിയാണ് നമ്മൾ പഠിക്കുന്നത്. 21 ട്രൈസോമി. 21 ട്രൈസോമി ഏതാണ്? ഡൗൺ സിൻഡ്രോം. ക്രോമസോം എന്ന് പറയുന്നത് 46 എണ്ണമാണ് അല്ലെങ്കിൽ 23 ജോഡിയാണ്. ഈ 23 ജോഡി എന്ന് പറയുമ്പോൾ 23 എണ്ണം, ഒന്നാമത്തെ 2 എണ്ണം, രണ്ടാമത്തെ 2 എണ്ണം, അങ്ങനെ 23 വരെ 2 എണ്ണമാണ്. ഇതിൽ 21ാമത്തെ ക്രോമസോം 2 എണ്ണത്തിന് പകരം 3 എണ്ണം ആകുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. ഒരു ജനിതക തകരാറാണ് ഡൗൺ സിൻഡ്രോം. 21 ട്രൈസോമി എന്നാണ് അറിയപ്പെടുന്നത്. ഡൗൺസ് ഡേ ആണ് മാർച്ച് 21. മാർച്ച് എന്ന് പറഞ്ഞാൽ 3ാമത്തെ മാസം. അപ്പൊ 21-3, അതായത് 21ാമത്തെ ക്രോമസോം ട്രൈസോമി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡൗൺ സിൻഡ്രോം 21-3 പറയുന്നത്. അതുപോലെ ലാങ്ഡൺ ഡൗൺ ആണെന്ന് കണ്ടുപിടിച്ചത്. 21 ട്രൈസോമി ആണ് ഡൗൺ സിൻഡ്രോം. നമ്മുടെ എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 18ാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമിയാണ് എഡ്വേർഡ് സിൻഡ്രോം. അതുപോലെ പറ്റാവു സിൻഡ്രോം എന്ന് പറയുന്നത് 13ാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമിയാണ്. പറ്റാവു സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ട്രൈസോമിയിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റ് ജനിതക തകരാറുകളിൽ പെട്ടതാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം ഒക്കെ. അപ്പോൾ ഇത് എന്താണ് ക്വസ്റ്റ്യൻ? എഡ്വേർഡ് സിൻഡ്രോം എത്രാമത്തെയാണ്? 18ാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമിയാണ്. സൈനോസിസ്, സിയൻ എന്ന കളർ ഏതാ? സിയൻ എന്ന് പറഞ്ഞാൽ നീല കളർ അല്ലേ? അപ്പോൾ ചർമ്മം നീല നിറമാവുന്നത് ഓക്സിജന്റെ അഭാവം മൂലം ചർമ്മം നീല നിറമാവുന്ന അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവ് മൂലം ചർമ്മം നീല നിറമാവുന്ന കണ്ടീഷനാണ് സയനോസിസ്. ആ ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ട്. കിഡ്നിക്ക് മൂത്രത്തിന്റെ ഗാഢത കൂട്ടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്, ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം, ഇനാമലിനുണ്ടാവുന്ന തകരാറ്. നമുക്ക് ആകെ കൺഫ്യൂഷൻ വരുന്നത് കിഡ്നിക്ക് അതിന്റെ ആയിരിക്കില്ല. കാരണം കിഡ്നിക്ക് മൂത്രത്തിന്റെ ഗാഢത കൂട്ടാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്നത് സൈനോസ്. അങ്ങനെ നമ്മൾ ബ്ലൂ കളറിനെ കുറിച്ച് എവിടെയും പഠിക്കുന്നില്ല അല്ലെ? ഫോളിക് ആസിഡിന്റെ കുറവ് നമുക്ക് സംശയം തോന്നാം, അവിടെ ഇരുന്നോട്ടെ. ഇനാമല്, പല്ലിലും ആ കളർ കണ്ട് നമ്മൾ വരാറില്ല. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം നമുക്കറിയാം, ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം എന്തായിരിക്കും വരുന്നത്? അനീമിയ ആയിരിക്കും അല്ലെ വരുന്നത്. അപ്പൊ അതുമല്ല നമുക്ക് ഊഹിക്കാം. ഉത്തരം എന്തായിരിക്കും? സൈനോസ് എന്ന് പറഞ്ഞാൽ ചർമ്മം നീല നിറമാവുന്ന അവസ്ഥയാണ്. HSC നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 80 ചോദ്യങ്ങളാണ് കോർ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൽ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റു ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.